ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. അതോടൊപ്പം തന്നെ ഒരു പേനയും നോട്ട്ബുക്കും അടുത്ത് വെക്കുക. അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു തരും, അതും കൂടെ ഒന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 1. എമിനന്റ് വിക്ടോറിയൻസ് ഈസ് എ ബുക്ക് authored by. Authored by means written by. എമിനന്റ് വിക്ടോറിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടോറിയൻ കാലഘട്ടത്തിൽ പ്രശസ്തരായവർ എന്നുള്ള ഒരു പുസ്തകം ആരാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഓതർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ നമുക്ക് കൊടുത്തിരിക്കുന്നത് വിൻഹാം ലെവിസ്, മോറിയൽ സ്പാർക്ക്, മാത്യു ആർണോൾഡ്, ലെയ്റ്റൺ സ്ട്രാച്ചി. ദ കറക്റ്റ് ആൻസർ ഈസ് ലിറ്റൺ സ്ട്രേച്ചി. പക്ഷെ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാത്യു ആർണോൾഡ്, ആ പേര് ഓർമ്മിക്കാം. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് വിക്ടോറിയൻ ഏജ്. വിക്ടോറിയൻ കാലഘട്ടത്തിലെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരിൽ പ്രത്യേകിച്ചും കവികളിൽ ഒരാളായിരുന്നു മാത്യു ആർണോൾഡ്. മാത്യു ആർണോൾഡ് മാത്രമല്ല, റോബർട്ട് ബ്രൗണിങ്, അതോടൊപ്പം തന്നെ ലോർഡ് ടെന്നിസൺ. അപ്പൊ അവൻ കൂടെ ഒന്ന് നോട്ട് ചെയ്യാം. മാത്യു ആർണോൾഡ്, ലോർഡ് ടെന്നിസൺ, Robert Browning are known as the triumvirates of Victorian period. വിക്ടോറിയൻ കാലഘട്ടത്തിലെ മൂവർ കവികൾ എന്ന പേരിലാണ് മാത്യു ആർണോൾഡും അതോടൊപ്പം തന്നെ റോബർട്ട് ബ്രൗണിങ്ങും ലോർഡ് ടെന്നിസണും അറിയപ്പെടുന്നത്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല. ക്വസ്റ്റ്യൻ ഇതാണ്, എമിനന്റ് വിക്ടോറിയൻസ് ഈസ് എ ബുക്ക് ഓതേർഡ് ബൈ ലിറ്റൺ സ്ട്രേച്ചി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. Who wrote Apology for Poetry to vindicate poetry against the onslaught of Puritanism? When Puritans attacked poetry, who came to defend poetry എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഓർമ്മിക്കുക. അതായത് who wrote Apology for Poetry. Apology for Poetry എന്നുള്ള ഒരു ലേഖനത്തിന്റെ പേരാണ്. അത് ആരാണ് എഴുതിയത്? To vindicate means to clear the blame or doubt എന്നുള്ള അർത്ഥമാണ്. വിൻഡിക്കേറ്റ് എന്നുള്ള പദത്തിനർത്ഥം ടു ക്ലിയർ ദ ബ്ലെയിം ഓർ ഡൗട്ട്, സംശയം, അതോടൊപ്പം തന്നെ ചില കുറ്റാരോപണങ്ങളൊക്കെ ദൂരീകരിക്കുക, ഇല്ലാതാക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ശരിക്കും ഉൾക്കൊള്ളതിന് ശേഷം മാത്രമേ ആൻസർ നമ്മൾ ഓപ്റ്റ് ചെയ്യാവൂ. അപ്പോൾ ഹു റോട്ട് അപ്പോളജി ഫോർ പോയട്രി ടു വിൻഡിക്കേറ്റ് പോയട്രി അഗേൻസ്റ്റ് ദ ഓൺസ്ലോട്ട് ഓഫ് പ്യൂരിറ്റനിസം. അതായത് പ്യൂരിറ്റൻസ് ഇംഗ്ലണ്ടിൽ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞപ്പം കവിതയെ അവർ എന്ത് ചെയ്തു, ആക്രമിച്ചു. കവികളെ ബാൻ ചെയ്യാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി കഴിഞ്ഞപ്പം അതിനെതിരെ കവിതയെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന് ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു ലേഖനം ആരെഴുതി? ഫിലിപ്പ് സിഡ്നി. ഓർമ്മിക്കാം, ഓപ്ഷൻ ഡി ആണ്. ഫിലിപ്പ് സിഡ്നിയാണ് അപ്പോളജി ഫോർ പോയട്രി എന്ത് ചെയ്തിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. മൈ ലാസ്റ്റ് ഡച്ചസ് ഇസ് എ ഡ്രമാറ്റിക് മോണോലോഗ് ബൈ സി റിട്ടൺ ബൈ റോബർട്ട് ബ്രൗണിങ്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. My Last Duchess is a dramatic monologue. Dramatic monologue is a combination of drama, lyrics and monologue. നാടകത്തിൻ്റെയും ലിറിക്സിൻ്റെയും മോണോലോഗിൻ്റെയും എല്ലാം കൂടെ ഒരു കൂടിച്ചേരലാണ് ഡ്രമാറ്റിക് മോണോലോഗ്. ദിസ് ഷോറ, ന്യൂ ഷോറ, ഈ പുതിയ കലാരൂപം ആദ്യമായിട്ട്, അതായത് ഡ്രമാറ്റിക് മോണോലോഗ് എന്നുള്ള ആദ്യ കവിതാരൂപം, അതായത് നവീനമായിട്ടുള്ള പുതുമയുള്ള കവിതാരൂപം ആദ്യമായിട്ട് അവതരിപ്പിച്ചതും ആര് തന്നെയായിരുന്നു? റോബർട്ട് ബ്രൗണിങ് ആണ്. ഓർമ്മിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞു, റോബർട്ട് ബ്രൗണിങ് വാസ് ദ മേജർ പോയറ്റ് ഓഫ് ദി വിക്ടോറിയൻ ഏജ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടാണ്, പ്രത്യേകിച്ചും ഫ്രേസൽ വേർബുമായിട്ട് ബന്ധപ്പെട്ടാണ്. ദ മീറ്റിംഗ് വാസ് ക്യാൻസൽഡ് വിത്തൗട്ട് പ്രയർ ഇൻഫോർമേഷൻ. അതായത് മുൻകൂട്ടി കാര്യങ്ങളൊന്നും അറിയിക്കാതെ പെട്ടെന്ന് മീറ്റിംഗ് ക്യാൻസൽ ചെയ്യപ്പെട്ടു. ഫൈൻഡ് ഔട്ട് ദ ഫ്രേസൽ വേർബ് ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ വേർഡ് അണ്ടർലൈൻഡ്. ഹിയർ ദ അണ്ടർലൈൻഡ് വേർഡ് ഈസ് ക്യാൻസൽഡ്. ക്യാൻസൽഡ് എന്നുള്ള ഈ വേർബിന് പകരം, അണ്ടർലൈൻഡ് വേർഡിന് പകരം നമുക്ക് അതേ അർത്ഥം കിട്ടുന്ന ഏത് ഫ്രേസൽ വേർബ് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത് കോൾ ഓൺ, കോൾ അപ്പ്, കോൾഡ് ഓഫ്, കോൾഡ് ഔട്ട്. The right option is called off. Called off എന്നുള്ള ഫ്രേസൽ വേർബിനർത്ഥം either postpone or cancel or abandon. ഒന്നുകൂടെ ഓർമ്മിക്കുക, call off. The strike was called off.
എന്താണ് സമരം വേണ്ടെന്ന് വെച്ചു. കോൾ ഓഫ് മീൻസ് ഒന്നുകിൽ പോസ്റ്റ് പോൺ മാറ്റി വെക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക അബാൻഡൻ, ആ അർത്ഥമാണ് കോൾഡ് ഓഫ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് സി കോൾഡ് ഓഫ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ ടേം ടെറിബിൾ ബ്യൂട്ടി ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഈ ടെറിബിൾ ബ്യൂട്ടി എന്നുള്ള പദം ഡിഗ്രിയിൽ മിക്കവാറും വില്യം ബട്ട്ലർ യീറ്റ്സിന്റെ ഈസ്റ്റർ 1916 കവിത ആരെങ്കിലും ഒക്കെ പഠിച്ചു കാണും. അതിൽ ഒരു ഈരടി ആയിക്കൊണ്ട് എപ്പോഴും ഒരു റെഫ്രൈൻ ആയിക്കൊണ്ട് വില്യം ബട്ട്ലർ യീറ്റ്സ് ഉപയോഗിക്കുന്ന വരികളാണ്. ഓർമ്മിക്കുക, ഓൾ ചേഞ്ച്ഡ് അട്ടർലി എ ടെറിബിൾ ബ്യൂട്ടി ഈസ് ബോൺ. അതാണ് മൊത്തം വരികൾ. ഒന്നുകൂടെ ഓർമ്മിക്കാം, ഓൾ ചേഞ്ച്ഡ് അട്ടർലി എ ടെറിബിൾ ബ്യൂട്ടി ഈസ് ബോൺ. എല്ലാം മാറിപ്പോയി, തീർത്തും മാറിപ്പോയി, ഒരു ഭയാനക സൗന്ദര്യം ജനിച്ചിരിക്കുന്നു എന്ന്. അത് വില്യം ബട്ട്ലർ യീറ്റ്സ്, അതായത് ദ ഗ്രേറ്റ് ഐറിഷ് പോയറ്റ്, മഹാനായിട്ടുള്ള അയർലൻഡിലെ ഒരു കവിയായിരുന്നു വില്യം ബട്ട്ലർ യീറ്റ്സ്. നമ്മുടെ ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് വേർഷന് ആമുഖം എഴുതിയതും വില്യം ബട്ട്ലർ യീറ്റ്സ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഈസ്റ്റർ 1916 എന്നുള്ള കവിതയിലാണ് ഈ ടെറിബിൾ ബ്യൂട്ടി എന്നുള്ള പ്രയോഗം കടന്നു വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹു എമംഗ് ദ ഫോളോയിങ് വാസ് എ ട്രാൻസിഡെന്റലിസ്റ്റ്? ട്രാൻസിഡെന്റലിസം ഇറ്റ്സ് എ ഫിലോസഫി, അതായത് എല്ലാത്തിനും ദൈവത്തിനെ കാണുന്ന ഒരു തരം എന്താണ് കാഴ്ചപ്പാടാണ്. തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ട്, പ്രകൃതിയിലും മൊത്തം ഉണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാട്. ആ ഫിലോസഫിയെ നമുക്ക് മറ്റു പല രീതിയിലും വ്യാഖ്യാനിക്കാൻ പറ്റും. ട്രാൻസിഡെന്റലിസം അതിന്റെ എന്തായിരുന്നു? ഹു എമംഗ് ദ ഫോളോയിങ് വാസ് എ ട്രാൻസിഡെന്റലിസ്റ്റ്? തീർച്ചയായിട്ടും എമേഴ്സൺ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഫുൾ പേര് റാൽഫ് വാൽഡോ എമേഴ്സൺ. അദ്ദേഹം എന്തായിരുന്നു? ഒരു ട്രാൻസിഡെന്റലിസ്റ്റ് ആയിരുന്നു. Okay, come to the next question. Which of the following novel is written by Herman Melville? ഹെർമൻ മെൽവില്ലി എഴുതിയിരിക്കുന്ന നോവലിന്റെ പേരെന്താണ് എന്നുള്ളതാണ്. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു, നോക്കാം. ഓൾഡ് മാൻ ആൻഡ് ദ സീ, മോബി ഡിക്ക്, ഫെയർവെൽ ടു ആംസ്, ദ സ്കാർലെറ്റ് ലെറ്റർ. ഇതോടൊപ്പം തന്നെ ഞാൻ ചില സൂചനകൾ നൽകി പോവുകയുള്ളൂ. ബാക്കി നിങ്ങൾ ഇരുന്ന് ബാക്കിയുള്ളതും കൂടെ കണ്ടെത്താം. ഓൾഡ് മാൻ ആൻഡ് ദ സീയും ഫെയർവെൽ ടു ആംസും എഴുതിയിരിക്കുന്നത് ഏർണസ്റ്റ് ഹെമിംഗ്വേ ആണ്. അമേരിക്കയിലെ നോബൽ ലോറിയേറ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് നോവലിസ്റ്റ് ദ വേൾഡ് ഹാസ് എവർ സീൻ, ഏർണസ്റ്റ് ഹെമിംഗ്വേ. അദ്ദേഹം എഴുതിയിരിക്കുന്ന രണ്ട് നോവലിന്റെ പേരാണ് ഓൾഡ് മാൻ ആൻഡ് ദ സീയും ഫെയർവെൽ ടു ആംസും. അതല്ല നമ്മുടെ ഉത്തരം. ഹെർമൻ മെൽവില്ലി എഴുതിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള നോവലിന്റെ പേരാണ് മോബി ഡിക്ക്. മോബി ഡിക്ക് എന്നുള്ള അതേ പേരിൽ സിനിമയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, മോബി ഡിക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. അൺറൈംഡ് അയാംബിക് പെന്റാമീറ്റർ. അയാംബിക്കിന്റെ ലക്ഷണം എപ്പോഴും ഓർമ്മിക്കാം. എൻ അൺസ്ട്രെസ്ഡ് സിലബിൾ ഈസ് ഫോളോവഡ് ബൈ സ്ട്രെസ്ഡ് സിലബിൾ. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. എൻ അൺസ്ട്രെസ്ഡ് സിലബിൾ ഈസ് ഫോളോവഡ് ബൈ സ്ട്രെസ്ഡ് സിലബിൾ. അതാണ് അയാംബിക്. പെന്റാമീറ്റർ എന്ന് പറഞ്ഞാൽ 5 ഫൂട്ടാണ്. 5 ഫീറ്റ് അല്ലെങ്കിൽ 5 ഫൂട്ട് വെച്ച് എഴുതുന്നതാണ് പെന്റാമീറ്റർ. അൺറൈംഡ് മീൻസ് പ്രാസം ഒക്കാതെ എഴുതുന്ന അയാംബിക് പെന്റാമീറ്ററിന്റെ മറ്റൊരു പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേക്സ്പിയർ തന്റെ നാടകങ്ങളൊക്കെ തന്നെ എഴുതപ്പെട്ടിരുന്നു, അതിലായിരുന്നു ബ്ലാങ്ക് വേഴ്സ്. ഓർമ്മിക്കാം, അൺറൈംഡ് അയാംബിക് പെന്റാമീറ്ററിൽ അതിന്റെ മറ്റൊരു പേരാണ് എന്ത്? ബ്ലാങ്ക് വേഴ്സ്. ഓക്കെ, വിച്ച് എമംഗ് ദ ഫോളോയിങ് പോംസ് എക്സംപ്ലിഫൈസ് ദ കാപ്ഡെയം? കാപ്ഡെയം എന്നുള്ള ആ പ്രയോഗം ഓർമ്മിക്കുക. അതിനർത്ഥം അതൊരു ഫോറിൻ ഫ്രേസ് ആണ്. പ്ലക്ക് ദ ഡേ അല്ലെങ്കിൽ സീസ് ദ ഡേ. ആ പേരും അതിന്റെ വേർഡ് മീനിങ് കൂടെ ഓർമ്മിക്കുക. പ്ലക്ക്, PLUCK. പ്ലക്ക് ദ ഡേ ഓർ സീസ് ദ ഡേ. ദിവസത്തിനെ പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ ഡേയെ പിടിച്ചു നിർത്തുക, പകലിനെ പിടിച്ചു നിർത്തുക എന്നുള്ള ഒരു അർത്ഥം കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു അർത്ഥം കിട്ടുന്ന കാപ്ഡെയം എന്നുള്ള ഒരു ലാറ്റിൻ ഫ്രേസ് ആണ്. അത് ഈ പറയുന്ന ഏത് കവിതയിലാണ് ഈ പ്രയോഗം എന്നുള്ളതാണ്. ഉദാഹരണമായിക്കൊണ്ട് ഉദാഹരണവൽക്കരിക്കുന്നത് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് പോംസ് എക്സംപ്ലിഫൈസ് ദ കാപ്ഡെയം ഫിലോസഫി? തീർച്ചയായിട്ടും ടു ഹിസ് കോയ് മിസ്ട്രസ് എന്നുള്ള പോയമാണ്. അത് എഴുതിയിരിക്കുന്ന പോയറ്റിനെയും കൂടെ ഒന്ന് ഓർമ്മിക്കുക. ആൻഡ്രൂ മാർവൽ. കവിയുടെ പേരും കൂടെ എഴുതി വെക്കാം, ആൻഡ്രൂ മാർവൽ. കാപ്ഡെയം എന്നുള്ള പ്രയോഗത്തിന് ഉദാഹരണവൽക്കരിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഒരു പോമാണ് ടു ഹിസ് കോയ് മിസ്ട്രസ്, ലജ്ജാവതിയായ എൻ്റെ കാമുകിയോട് എന്നുള്ള പോം.
അത് എഴുതിയിരിക്കുന്നത് ആൻഡ്രൂ മാർവലാണ്. ഓക്കെ, നെക്സ്റ്റ് പോം. ദ ഗോഡ് ഓഫ് സ്മോൾ തിങ് ഈസ് എ നോവൽ. മലയാളികൾക്ക് തീർത്തും സുപരിചിതമായിരിക്കേണ്ട ഒരു നോവലാണ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ ദേവൻ. അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ്, അതായത് യൂറോപ്പിന്റെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന ബുക്കർ പ്രൈസ് നേടിക്കൊടുത്ത വളരെ വിഖ്യാതമായ പ്രശസ്തമായിട്ടുള്ള നോവലായിരുന്നു ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, റിട്ടൺ ബൈ ഓപ്ഷൻ ഡി അരുന്ധതി റോയ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. മലയാളത്തിൽ അല്പജ്ഞാനി ആളെ കൊല്ലുന്നൊക്കെ പറയും. അല്പജ്ഞാനി എന്ന് പറഞ്ഞാൽ അല്പം അറിവുള്ളയാണ്. അതിന് ഇംഗ്ലീഷിൽ ഒരു പ്രയോഗമാണ് എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. ഈസ് എ ലൈൻ ടേക്കൺ ഫ്രം, ആരിൽ നിന്നും എടുത്തിരിക്കുന്ന വരികൾ എന്നുള്ളതാണ്. അലക്സാണ്ടർ പോപ്പ്, ചുരുക്കിയിട്ട് പോപ്പ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഓർമ്മിക്കാം. ഹു ഈസ് കൺസിഡേർഡ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേ? ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി റിമെമ്പേർഡ് വെൽ. ചോദ്യം ശരിക്കും ഓർമ്മിക്കണം. ഇംഗ്ലീഷ് എസ്സേ എന്ന് കൊടുത്തിരിക്കുന്നു, എസ്സേ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഹു ഈസ് കൺസിഡേർഡ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേ? ഡിഗ്രിക്ക് നിങ്ങൾ പഠിച്ചു കാണും ഓഫ് സ്റ്റഡീസ്. ഓഫ് സ്റ്റഡീസ് എഴുതിയിരിക്കുന്നത് ഫ്രാൻസിസ് ബേക്കൺ ആയിരുന്നു. ആധുനിക ഇംഗ്ലീഷ് ഗദ്യ സാഹിത്യത്തിന്റെ പിതാവായിക്കൊണ്ട് അറിയപ്പെടുന്നത് ഫ്രാൻസിസ് ബേക്കൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു എമംഗ് ദ ഫോളോയിങ് can aptly be called a war poet? All his poems are based on wars. യുദ്ധങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട്. ഇപ്പൊ സ്ട്രേഞ്ച് മീറ്റിംഗ്, ഓക്കെ, അതിമനോഹരമായിട്ടുള്ള യുദ്ധത്തിനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ്. ഇപ്പൊ താഴെ പറയുന്ന കവികളിൽ യുദ്ധങ്ങളെ പശ്ചാത്തലമാക്കിക്കൊണ്ട് കവിത എഴുതിയ വാർ പോയറ്റ് ആര് എന്നുള്ളതാണ്. ഓർമ്മിക്കുക, വിൽഫ്രഡ് ഓവൻ. വിൽഫ്രഡ് ഓവൻ ഈസ് ദ റൈറ്റ് ആൻസർ, ഓപ്ഷൻ ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾക്ക് അത്രയും സുപരിചിതമായിക്കൊള്ളണം എന്നില്ല, കാരണം PG ലെവലിലാണ് ഈ പോയം പഠിക്കാൻ വരിക. MA ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നവർക്ക് ഓർമ്മയുണ്ടാവും. ഏപ്രിൽ ഈസ് ദ ക്രൂവലസ്റ്റ് മന്ത്. മാസങ്ങളിൽ ഏറ്റവും ക്രൂവലായിട്ടുള്ള മാസം ഇന്നത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ദ വേസ്റ്റ് ലാൻഡിന്റെ, പാഴ്ഭൂമി എന്ന് വിളിക്കപ്പെടുന്ന T.S. എലിയറ്റ് എഴുതിയിരിക്കുന്ന ദ വേസ്റ്റ് ലാൻഡ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം 1948 കിട്ടിയിട്ടുണ്ട്. നോബൽ സമ്മാനം T.S. എലിയറ്റിന് നേടിക്കൊടുത്തിരിക്കുന്ന ഒരു കവിതയും കൂടെയാണ് ദ വേസ്റ്റ് ലാൻഡ്. മനസ്സിലായി? അപ്പൊ ആ കാവ്യം തുടങ്ങുന്നത്, പാഴ്ഭൂമി എന്ന് വിളിക്കപ്പെടുന്ന കവിത തുടങ്ങുന്നത് ഈ ഒരു വരിയോടുകൂടിയാണ്. April is the cruelest month is the opening line of the Wasteland, written by T.S. Eliot. ഓർമ്മിക്കുക, എലിയറ്റിന് നോബൽ സമ്മാനം കിട്ടിയിരിക്കുന്ന വർഷം ഇറ്റ് വാസ് ഇൻ 1948. അതും ഈ വേസ്റ്റ് ലാൻഡ് കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടേം ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി, അസോസിയേഷൻ അല്ല ഡിസോസിയേഷൻ ആണ്, separation ആണ്. The term dissociation of sensibility appears in T.S. Eliot's essay. T.S. എലിയറ്റിന്റെ ഏത് ലേഖനത്തിലാണ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്നുള്ള പദം കടന്നു വരുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്ന ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്നുള്ള തീസിസ് പ്രബന്ധത്തിൽ അല്ലെങ്കിൽ ലേഖനത്തിലാണ് അദ്ദേഹം ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്നുള്ള ഫ്രേസ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. ഓർമ്മിക്കാം, T.S. എലിയറ്റിന്റെ ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്നുള്ള ലേഖനത്തിലാണ് അദ്ദേഹം ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്നുള്ള പ്രയോഗം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സ്പ്രഷനിസ്റ്റ് പ്ലേ ബൈ യൂജൻ ഓ നീൽ? യൂജൻ ഓ നീൽ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷനിസവുമായിട്ട് ബന്ധപ്പെട്ട നാടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദ എംപറർ ജോൺസ്. ഓർമ്മിക്കാം, ദ പ്ലേ എംപറർ ജോൺസ് റിട്ടൺ ബൈ യൂജൻ ഓ നീൽ ബിലോങ്സ് ടു എക്സ്പ്രഷനിസം. എക്സ്പ്രഷനിസവുമായിട്ട് അല്ലെങ്കിൽ ആ നാടക പാരമ്പര്യവുമായിട്ട് എഴുതപ്പെട്ട നാടകമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്
എംപറർ ജോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏക്കിംഗ് ജോയ്സ്. ആ പ്രയോഗം ഓർമ്മിക്കാം. ഓപ്പോസിറ്റ് വേർഡ് മീനിങ് കിട്ടുന്ന രണ്ട് പദങ്ങളാണ്. ഏക്കിംഗ് ജോയ്സ്. ഏക്കിംഗ് മീൻസ് പെയിൻ, ജോയ്സ് മീൻസ് ഹാപ്പിനെസ് ആണ്. വേദനയും സന്തോഷവും കൂടെ കൂടിച്ചേരാം. കോൺട്രഡിക്ടറി ആയിട്ടുള്ള രണ്ട് പദങ്ങളുടെ എന്താണ് കോമ്പൗണ്ടിങ്, കൂടിച്ചേരലാണ്. ഇസ് എൻ എക്സാമ്പിൾ ഓഫ്, തീർച്ചയായിട്ടും ഓക്സിമറൺ ആണ്. അത്തരം അലങ്കാരങ്ങൾ അറിയപ്പെടുന്ന എന്താണ് ഓക്സിമറൺ. മറ്റു പ്രയോഗങ്ങൾ ശ്രദ്ധിക്കാം. ചെറിബിൾ ബ്യൂട്ടി, ഓർമ്മിക്കാം, ചെറിബിൾ ബ്യൂട്ടി. മറ്റൊന്ന് സ്വീറ്റ് പെയിൻ. ഇതൊക്കെ തന്നെ വൈരുദ്ധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന പദങ്ങളാണ്. അങ്ങനെ രണ്ട് പദങ്ങൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന പ്രയോഗം, അലങ്കാരമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓക്സിമറൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഡിസ്ക്രൈബ്ഡ് പോയറ്റ്സ് ആസ്. കവികളെ കുറിച്ച് ഇങ്ങനെ വിവരിച്ചിരിക്കുന്നത് ആരാണ്? ദ അൺഎക്നോളജ്ഡ്. അൺഎക്നോളജ്ഡ് മീൻസ് അംഗീകരിക്കപ്പെടാത്ത. ലെജിസ്ലേറ്റേഴ്സ് ഓഫ് മാൻകൈൻഡ്. മനുഷ്യരുടെ ലെജിസ്ലേറ്റേഴ്സ് മീൻസ് ആളുകൾക്ക് വേണ്ടി നിയമങ്ങൾ, നിയമനിർമ്മാണങ്ങൾ നടത്തുന്നവർ. പക്ഷെ ഇവരെ ആരും എന്തല്ല അംഗീകരിച്ചിട്ടില്ല. അപ്പൊ ആ പ്രയോഗം നോക്കാം. ദ അൺഎക്നോളജ്ഡ് ലെജിസ്ലേറ്റേഴ്സ് ഓഫ് മാൻകൈൻഡ് എന്നുള്ള ഒരു വിപ്ലവ കവിയായിരുന്നു പേർസി ഷെല്ലി. PB ഷെല്ലി. PB ഷെല്ലിയാണ് കവികളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. PB ഷെല്ലി ബിലോങ്സ് ടു ദ റൊമാൻറ്റിക് സ്കൂൾ. അതും കൂടെ ഓർമ്മിക്കാം. കാൽപ്പനിക കാലഘട്ടത്തില് ഒരു അറിയപ്പെടുന്ന വിപ്ലവ കവിയായിരുന്നു PB ഷെല്ലി അല്ലെങ്കിൽ ഷെല്ലി. അദ്ദേഹമാണ് കവികളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ദ അൺഎക്നോളജ്ഡ് ലെജിസ്ലേറ്റേഴ്സ് ഓഫ് മാൻകൈൻഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് വാസ് എ പീരിയോഡിക്കൽ. പീരിയോഡിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പീരീഡിൽ പുറത്തിറങ്ങുന്ന ഒരു എന്താണ് പീരിയോഡിക്കൽ മീൻസ് നമ്മളെ മാസിക എന്നൊക്കെ പറയുന്ന പോലെ, ആഴ്ചപ്പതിപ്പ് എന്നൊക്കെ പറയുന്ന പോലെയാണ്. പാട്രണൈസ് ചെയ്യാറുള്ള അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. പാട്രൺസ് മീൻസ് പ്രൊട്ടക്ടേഴ്സ് ആണ്. ഇപ്പൊ ക്വസ്റ്റ്യനിലേക്ക് ശരിക്കും വരാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് വാസ് എ പീരിയോഡിക്കൽ പാട്രണൈസ്ഡ് ബൈ എഡിഷൻ ആൻഡ് സ്റ്റീൽ. തോമസ് എഡിഷനും അതോടൊപ്പം തന്നെ സ്റ്റീലും പ്രൊട്ടക്ട് ചെയ്ത് പോന്നിരുന്ന, അതിലേക്ക് ഈ പീരിയോഡിക്കൽസ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരുന്ന രണ്ട് എഴുത്തുകാരും കൂടിയായിരുന്നു. ദ ടാറ്റ്ലർ, ഓർമ്മിക്കാം, ദ ടാറ്റ്ലർ എന്നുള്ള പീരിയോഡിക്കലിലേക്കായിരുന്നു ഏറ്റവും കൂടുതൽ അതാണ് ജോസഫ് എഡിഷനും റിച്ചാർഡ് സ്റ്റീലും കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. ഈ പീരിയോഡിക്കലിന്റെ എന്തായിരുന്നു പാട്രൺസ് ആയിരുന്നു ആരെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന രണ്ടുപേരും. പീരിയോഡിക്കലിന്റെ നെയിം ദ ടാറ്റ്ലർ. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഹു ഈസ് ദ ഓതർ ഓഫ് പമീല. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നോവലായിരുന്നു പമീല. പമീല എഴുതിയിരിക്കുന്നത്, അതിന് മറ്റ് പല വേർഷൻസും പിന്നീട് കടന്നു വന്നിട്ടുണ്ട്. ഇതൊക്കെ സിനിമയായിട്ടും മാറിയിട്ടുണ്ട്. പമീല എന്നുള്ള നോവൽ എഴുതിയിരിക്കുന്നത് സാമുവൽ റിച്ചാർഡ്സൺ ആയിരുന്നു. ഓർമ്മിക്കാം, ദ നോവൽ പമീല ഈസ് റിട്ടൺ ബൈ സാമുവൽ റിച്ചാർഡ്സൺ. ഓക്കെ, ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ സമീപകാലത്താണ്, ഓർമ്മിക്കാൻ വളരെ സാധ്യത കുറവാണ്, എല്ലാവരും വിട്ടുകളഞ്ഞു കാണും. 2017 was awarded to the Nobel Prize for Literature in 1217 was awarded to ശരിക്കും ജാപ്പനീസ് റൈറ്റർ ആയിട്ടുള്ള കസു ഇഷിഗുറോ. അദ്ദേഹത്തിന്റെ പേര് ഓർമ്മിക്കാം, കസു ഇഷിഗുറോ. അദ്ദേഹം എന്തായിരുന്നു? മറ്റൊന്നുമല്ല, ശരിക്കും ജാപ്പനീസ് റൈറ്ററാണ്. ആ പേരിൽ തന്നെ പെട്ടെന്ന് ഓർമ്മ വരും. അപ്പോൾ കസു ഇഷിഗുറോ എന്നുള്ള ജാപ്പനീസ് റൈറ്റർക്കായിരുന്നു, ഓതർക്കായിരുന്നു 2017 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദ റോമൻ പ്ലേറൈറ്റ്. അവിടെ റോമൻ എന്നുള്ള ആർ ഒന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതായി, അങ്ങനെയാണ് അത് എഴുതേണ്ടത്. ദ റോമൻ പ്ലേറൈറ്റ്. പ്ലേറൈറ്റ് മീൻസ് നാടകകൃത്ത്. ഹു ഇൻസ്പയർഡ് എലിസബത്തൻ റിവെഞ്ച് ട്രാജഡി. എലിസബത്തൻ റിവെഞ്ച് ട്രാജഡി അതിന് ഏറ്റവും കൂടുതൽ പ്രചോദനമായ റോമൻ എഴുത്തുകാരൻ ആരായിരുന്നു എന്നുള്ളതാണ്.
ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് പ്ലൂട്ടസ്, ചെറൻസ്, സെനിക്ക, റേസിയൻ. തീർച്ചയായിട്ടും സെനിക്ക. ആ പേര് ഓർമ്മിക്കാം. എലിസബത്തൻ കാലഘട്ടത്തിലെ റിവെഞ്ച് ട്രാജഡി എഴുത്തുകാരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്ന റോമൻ നാടകൃത്തായിരുന്നു ആരെന്നുള്ളതാണ് സെനിക്ക. ഓക്കെ, നെക്സ്റ്റ് ദ ട്രീറ്റൈസ്. ട്രീറ്റൈസ് മീൻസ് പ്രബന്ധം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്കിവിടെ ദ ബുക്ക് എന്ന് പറയാം. ബാറ്റിൽ ഓഫ് ദ ബുക്സ്, ബാറ്റിൽ ഓഫ് മെൻ എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ ബാറ്റിൽ ബിറ്റ്വീൻ കൺട്രീസ് അല്ലെങ്കിൽ എമംഗ് കൺട്രീസ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. രാജ്യങ്ങൾക്കിടയിലുള്ള യുദ്ധം, ആളുകൾക്കിടയിലുള്ള യുദ്ധം. പക്ഷെ ഇവിടെ പുസ്തകങ്ങൾക്കിടയിലുള്ള യുദ്ധം എന്നുള്ള ട്രീറ്റൈസ് എഴുതിയിരിക്കുന്നത് വാസ് റിട്ടൺ ബൈ, ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു നോക്കാം, ഡേവിഡ് ഹ്യൂം, ജോൺ ലോക്ക്, സർ വില്യം ടെമ്പിൾ, ജോനാഥൻ സ്വിഫ്റ്റ്. MA ക്ലാസ്സിൽ പഠിക്കേണ്ടി വരുന്ന ഒരു ട്രീറ്റൈസ് ആണ് ജോനാഥൻ സ്വിഫ്റ്റ് എഴുതിയിരിക്കുന്ന ദ ബാറ്റിൽ ഓഫ് ബുക്സ്. ഓക്കെ, പുസ്തകത്തിന്റെ ടൈറ്റിൽ ഇതാണ്, ദ ബാറ്റിൽ ഓഫ് ബുക്സ്, റിട്ടൺ ബൈ ജോനാഥൻ സ്വിഫ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ ഫസ്റ്റ് ഫോളിയോ ഓഫ് ഷേക്സ്പിയേഴ്സ് പ്ലേസ് വാസ് എഡിറ്റഡ് ബൈ. അവിടെ ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിക്കണം, പബ്ലിഷ്ഡ് അല്ല. ചില ക്വസ്റ്റ്യൻസിൽ കബളിപ്പിക്കാൻ പബ്ലിഷ്ഡും തരും, ഇവിടെ എഡിറ്റഡ് എന്നുള്ളതാണ്. ഷേക്സ്പീരിയൻ നാടകങ്ങളുടെ ആദ്യത്തെ ഫോളിയോ ആരായിരുന്നു കറക്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയത് എന്നുള്ളതാണ്. ഓപ്ഷൻ സി, ജോൺ ഹെമ്മിങ് ആൻഡ് ഹെൻറി കോണ്ടൽ. ഓർമ്മിക്കാം, ജോൺ ഹെമ്മിങ് ആൻഡ് ഹെൻറി കോണ്ടൽ ഇവരായിരുന്നു they were Shakespeare's friends as well as actors in Shakespeare's plays. അതുകൂടെ ഓർമ്മിക്കാം, ഈ രണ്ടുപേരും ഷേക്സ്പിയറിന്റെ സുഹൃത്തുക്കൾ ആയിരുന്നു, ഷേക്സ്പിയറിന്റെ ആ കാലഘട്ടത്തിലെ അഭിനേതാക്കളും കൂടിയായിരുന്നു. മനസ്സിലായോ? ജോൺ ഹെമ്മിംഗ്വേയും ഹെൻറി കോണ്ടലും ഇവർ രണ്ടുപേരും കൂടിയാണ് ഷേക്സ്പിയറിന്റെ ആദ്യകാല നാടകങ്ങൾ എല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുള്ളത്, എഡിറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, ഹു among the following is not a poet of the romantic school. അവിടെ നോട്ട് എന്നുള്ള പ്രയോഗം എപ്പോഴും ശ്രദ്ധിക്കണം. താഴെ പറയുന്ന കവികളിൽ ആരാണ് റൊമാൻറ്റിക് സ്കൂളിൽ പെടാത്തത് എന്നുള്ളതാണ്. പക്ഷെ രസകരമായിട്ട് ഞാൻ ഉത്തരം പറയാം. വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ്, ഷെല്ലി ബിലോങ് ടു ദ റൊമാൻറ്റിക് സ്കൂൾ. ഇവർ മൂന്ന് പേരും റൊമാൻറ്റിക് സ്കൂളിൽ പെട്ടവരാണ്. ആരൊക്കെ? വേർഡ്സ്വർത്തും കോൾറിഡ്ജും ഷെല്ലിയും. ഓക്കെ, അപ്പോൾ റൊമാൻറ്റിക് സ്കൂളിൽ പെടാത്ത ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോങ് ഫെല്ലോ ആണ്. ആ പേരുകളൊന്നും ഓർമ്മിക്കാം. വേർഡ്സ്വർത്ത്, ബൈറൺ, കോൾറിഡ്ജ്, ഷെല്ലി, കീറ്റ്സ് ഇവരൊക്കെ തന്നെ റൊമാൻറ്റിക് സ്കൂളിൽ പെട്ടവരാണ്. ബട്ട് ലോങ് ഫെല്ലോ ഈസ് നോട്ട്. പക്ഷെ ലോങ് ഫെല്ലോ അല്ല. അതുകൊണ്ട് റൊമാൻറ്റിക് സ്കൂളിൽ പെടാത്ത കവി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the right answer is D, Longfellow. Okay, who coined the term difference? അവിടെ ഡിഫറൻസ് എന്നുള്ള ഒരു ചെറിയ ഡിഫറൻസ് സാധാരണ ഇംഗ്ലീഷിൽ വ്യത്യാസം നമ്മൾ കേൾക്കുന്നതാണ്. ആ സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്യണം. DIFFERANC. ഡിക്ഷണറിയിൽ ചിലപ്പോൾ തപ്പിയാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഡിഫറൻസ് എന്നുള്ള പദം ആദ്യമായിട്ട് കവിതകളിലേക്ക് കൊണ്ടുവന്ന ആള് ജാക്ക് ദെറീദയായിരുന്നു. അവിടെ ആ പദത്തിന്റെ സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്തോളാം. നോട്ട്ബുക്കിലേക്ക് മാറ്റി എഴുതാം. DIFFERANCE ആണ്, ഇ അല്ല, RA എന്നാണ് കറക്റ്റ്. ജാക്ക് ദെറീദ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പോംസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പോം എന്ന് മതി, പോംസ് എന്ന് വേണ്ട. വിച്ച് ഓഫ് ദ ഫോളോയിങ് പോം ഈസ് റിട്ടൺ ബൈ കമലദാസ്? മാധവിക്കുട്ടിയോ, കമലദാസോ, കമലാസുരയ്യയോ, ഇതൊക്കെ ഇവരുടെ പേരായിരുന്നു. കമലദാസ് എഴുതിയിരിക്കുന്ന കവിത ഇതിൽ ഏത് എന്നുള്ളതാണ്. കോറോമാൻഡൽസ് ഫിഷസ്, മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, അവർ കാസ്വരീന ട്രീ, നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ. ഓഫ് കോഴ്സ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, എൻ്റെ മുത്തശ്ശിയുടെ വീട് എന്നുള്ള തൃശ്ശൂരിലുള്ള അവരുടെ തറവാട്, പൊന്നിയൂർക്കുളത്തുള്ള അവരുടെ തറവാടിനെ ബേസ് ചെയ്തുകൊണ്ട് അവിടെയായിരുന്നു മാധവിക്കുട്ടി ചെറുപ്പകാലത്തിൽ വളർന്നു വന്നത്. മുത്തശ്ശിയുടെ വീട്. അതുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ വീട് മിക്കവാറും അവയുടെ കവിതകളിൽ, നോവലുകളിലൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, തീമായിട്ട് വരുന്നുണ്ട്. ഓർമ്മിക്കാം, മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ഈസ് എ പോം റിട്ടൺ ബൈ കമലദാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തോമസ് വൈറ്റ് ആൻഡ് ഹെൻറി ഓവാർഡ്, ദ ഏൾ ഓഫ് സ്യൂരി.
ഏൾ എന്ന് പറഞ്ഞ ഒരു പദവിയാണ്. സ്യൂരിയിലെ പ്രഭുവായിരുന്നു ഹോവാർഡ്. റിവൈവ്ഡ് ദ പോയറ്റിക് ഫോം. അവർ വീണ്ടെടുത്ത കാവ്യരൂപം തീർച്ചയായിട്ടും സോണറ്റ് ആയിരുന്നു. ഇനി ഓർമ്മിക്കാം, സോണറ്റ് ഈസ് എ poem of 14 lines. This poetic form from Italy was introduced to English literature was തോമസ് വൈറ്റ് ആൻഡ് ഹെൻറി ഹോവാർഡ്. അതായത് ഇറ്റലിയിൽ ജനിച്ച ഒരു കാവ്യരൂപമായിരുന്നു സോണറ്റ്. മലയാളത്തിലെ ഗീതകം എന്ന് പറയും. അത് ഇംഗ്ലീഷ് സാഹിത്യത്തിലേക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയ ആളായിരുന്നു ആര് എന്നുള്ളതാണ് വൈറ്റും സ്യൂരിയും. ഓക്കെ, അപ്പോൾ വൈറ്റും സ്യൂരിയുമായിട്ട് ബന്ധപ്പെട്ട് ഹെൻറി ഹോവാർഡ് ദ ഏൾ ഓഫ് സ്യൂരിയുമായിട്ട് ബന്ധപ്പെട്ട പോയറ്റിക് ഫോമാണ് എന്ത്? സോണറ്റ്. സോണറ്റ് ഈസ് എ ഫോം ഓഫ് 14 ലൈൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ ആംഗ്രി യങ് മാൻ ഇൻ ലുക്ക് ബാക്ക് ഇൻ ആങ്കർ. ലുക്ക് ബാക്ക് ഇൻ ആങ്കർ എന്നുള്ള ഒരു നാടകത്തിന്റെ പേരാണ്. അമേരിക്കൻ ഡ്രാമയാണ്. ലുക്ക് ബാക്ക് ഇൻ ആങ്കർ എന്നുള്ള നാടകത്തില് ദ ആംഗ്രി യങ് മാൻ, എല്ലാ തൊട്ടതിനോടും പിടിച്ചതിനോടും ഒക്കെ ദേഷ്യം കൊള്ളുന്ന അതിലെ പ്രൊട്ടഗോണിസ്റ്റ്. നാടകത്തിന്റെ പേര് ലുക്ക് ബാക്ക് ഇൻ ആങ്കർ ആണ്. അതിലെ പ്രൊട്ടഗോണിസ്റ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിമ്മി. ഹിസ് ഫുൾ നെയിം ഈസ് ജിമ്മി പോർട്ടർ. ഓർമ്മിക്കാം, ജിമ്മി പോർട്ടർ ഈസ് ദ ആംഗ്രി യങ് മാൻ ഇൻ ദ പ്ലേ ലുക്ക് ബാക്ക് ഇൻ ആങ്കർ. ഓക്കെ, നെക്സ്റ്റ്. Which of the following words is wrongly spelled? 4 പദങ്ങൾ, 4 words are given here as options, but 1 word is wrongly spelled, which is that word എന്നുള്ളതാണ്. അതായത് ഇവിടെ 4 പദങ്ങൾ നൽകിയിരിക്കുന്നു. അതിൽ ഒരു പദം wrongly spelled ആണ്, തെറ്റായിട്ടാണ് സ്പെല്ലിംഗ് എഴുതിയിരിക്കുന്നത്. അത് ഏത് എന്നുള്ളതാണ്. പദങ്ങൾ ഞാനൊന്ന് വായിക്കാം. മിലേനിയം, ലൈസൺ, മെയിൻ്റനൻസ്, അറ്റൻഡൻസ്. ഇറ്റ് ഈസ് ദ വേർഡ് മില്ലേനിയം. മില്ലേനിയം എന്നുള്ള പദത്തിന് 2 N വേണം. പക്ഷെ ഇവിടെ എന്തേ ചെയ്തിട്ടുള്ളൂ, ഒറ്റ എന്നെ നൽകിയിട്ടുള്ളൂ. അപ്പം മില്ലേനിയം എന്നുള്ള പദത്തിന്റെ സ്പെല്ലിംഗ് ഡബിൾ N ആണ്. ഓർമ്മിക്കാം, അതുകൊണ്ട് ഇവിടെ റോങ്ലി സ്പെൽഡ് ആയിട്ടുള്ള ഏതാണ്? മില്ലേനിയം ആണ്. ഓക്കെ, ബാക്കിയൊക്കെ തന്നെ കറക്റ്റ്ലി സ്പെൽഡ് ആണ്. നെക്സ്റ്റ് നോക്കാം. ദ ഫെമിനിസ്റ്റ് ക്രിറ്റിക്. ഓർമ്മിക്കാം, ദ ഫെമിനിസ്റ്റ് ക്രിറ്റിക് who identified the 3 phases. Phases means 3 stages ആണ്, ഘട്ടങ്ങളാണ്. In the history of feminist writing as feminine, feminist and female. ആ 3 പദങ്ങളും കൂടെ ഓർമ്മിക്കാം. നിങ്ങൾ ഡിഗ്രിക്ക് തീർച്ചയായിട്ടും ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോയറ്റിക്സ് എന്നുള്ള ലേഖനം പഠിച്ചു കാണും. ലേഖനത്തിന്റെ പേര് ഇതാണ്, ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോയറ്റിക്സ്. ഒരു കാവ്യ സ്ത്രൈണ രൂപത്തിന് നേരെ എന്ന് മലയാളത്തിലൊക്കെ വേണമെങ്കിൽ റഫ് ആയിക്കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇത് എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു 3 ഘട്ടങ്ങൾ ആരാണ് ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും എലൈൻ ഷോവാൾട്ടർ ആണ്. എലൈൻ ഷോവാൾട്ടർ എഴുതിയിരിക്കുന്ന ഒരു ട്രീറ്റൈറ്റ്, ഒരു ലേഖനം, പ്രബന്ധത്തിന്റെ പേരാണ് ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോയറ്റിക്സ്. അതിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന 3 പദങ്ങളാണ് ഫെമിനൈൻ, ഫെമിനിസ്റ്റ് ആൻഡ് ഫീമെയിൽ. ഓക്കെ, ഈ 3 പദങ്ങൾ അതോടൊപ്പം തന്നെ ഗൈനോ ക്രിറ്റിസിസം എന്നുള്ളതും ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? എലൈൻ ഷോവാൾട്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, ദ ഇമാജിനറി സൗത്ത് ഇന്ത്യൻ ടൗൺ മാൽഗുഡി ഫിഗേഴ്സ് ഇൻ ദ നോവൽസ് ഓഫ്. അതിനിടയിൽ ഞാനൊരു ചെറിയ കഥ പറയാം. When the British people come to South India as tourists, ബ്രിട്ടനിൽ നിന്നുള്ള ആളുകൾ ടൂറിസ്റ്റുകളായിക്കൊണ്ട് സൗത്ത് ഇന്ത്യയിൽ വരുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. Which is the Malgudi village? See, which is the Malgudi village? That is the background of R.K. Narayan's novels. R.K. നാരായണന്റെ നോവലുകളുടെ പശ്ചാത്തലമായിട്ട് കടന്നു വരുന്ന മാൽഗുഡി ഗ്രാമം എവിടെയാണെന്ന് സായിപ്പ് ചോദിക്കാറുണ്ട്. കാരണം സായിപ്പിന് ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനായിരുന്നു R.K. നാരായൺ. R.K. നാരായണന്
കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ നോവലിന്റെ പേരായിരുന്നു ദ ബാച്ചിലർ ഓഫ് ആർട്സ്. ഓക്കെ, ദ ബാച്ചിലർ ഓഫ് ആർട്സ് ഓർമ്മിക്കാം. RK നാരായണന്റെ മിക്കവാറും നോവലുകളുടെ പശ്ചാത്തലം മാൽഗുഡി എന്ന് വിളിക്കപ്പെടുന്ന ഗ്രാമമാണ്. But actually, such a village did not or does not exist in South India, especially in Karnataka. കർണാടകയിൽ മാൽഗുഡി എന്ന ഗ്രാമം നിലനിന്നിരുന്നില്ല, അല്ലെങ്കിൽ ഇന്ന് നിലനിൽക്കുന്നില്ല. അങ്ങനെ ഒരു ഗ്രാമം തീർച്ചയായിട്ടും RK നാരായണന്റെ മനസ്സിൽ തെളിഞ്ഞ ഒന്നായിരുന്നു. മനസ്സിലായി? അതേ ഇമാജിൻ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ഗ്രാമമാണ്. അത് ഇംഗ്ലണ്ടിൽ ഇതിന് തുല്യമാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലണ്ടിലേക്ക് ടൂറിസ്റ്റായിട്ട് പോവുകയാണെങ്കിൽ, സാഹിത്യത്തിലൊക്കെ നല്ല താല്പര്യമുള്ള ആളുകളാണെങ്കിൽ, ഇംഗ്ലണ്ടിലെ ലണ്ടനിലെ ബേക്കർ സ്ട്രീറ്റിൽ നമ്മൾ എത്തിപ്പെടുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ബേക്കർ സ്ട്രീറ്റിലെ ഏതൊരു കെട്ടിടത്തിലായിരുന്നു നമ്മുടെ പ്രശസ്ത കുറ്റാന്വേഷകനായിട്ടുള്ള ആര് ഓർമ്മിക്കാം? നമ്മുടെ കുറ്റാന്വേഷണ നോവലിൽ പ്രധാനമായിട്ട് വിട്ടുപോയി, ഞാൻ എൻ്റെ ഇടയിൽ പറഞ്ഞുതരാം. അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്ന ബേക്കർ സ്ട്രീറ്റിൽ. പക്ഷെ ശരിക്കും ബേക്കർ സ്ട്രീറ്റിൽ അങ്ങനെ ഒരാൾ എന്ത് ചെയ്തിരുന്നില്ല, ജീവിച്ചിരുന്നില്ല. അയാളുടെ പേര് പ്രശസ്തനായിട്ടുള്ള നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും, പക്ഷെ എൻ്റെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോയതാണ്. ഷെർലക് ഹോംസ്. ഓക്കെ, ഓർമ്മിക്കുക, ഷെർലക് ഹോംസ്. ഷെർലക് ഹോംസ് ശരിക്കും ജീവിച്ചിരുന്ന ഒരു കഥാപാത്രമൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ഭാവനയിൽ നെയ്തെടുത്ത ഒരു കഥാപാത്രമാണ്. ഓക്കെ, പക്ഷെ എന്നിരുന്നാലും നമ്മളൊക്കെ ലണ്ടനിൽ എത്തിപ്പെടുമ്പോൾ ഷെർലക് ഹോംസിനെ കുറിച്ച് അന്വേഷിക്കും. ബേക്കർ സ്ട്രീറ്റിൽ അദ്ദേഹം ജീവിച്ചിരുന്ന എന്താണ് ബിൽഡിംഗ് ഏരിയയാണ്. അതേ രീതിയിലാണ് RK നാരായണന്റെ മാൽഗുഡി എന്ന് വിളിക്കപ്പെടുന്ന ഗ്രാമം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ RK നാരായൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. Who among the following did not belong to a school of new criticism? ന്യൂ ക്രിറ്റിസവുമായിട്ട് ബന്ധപ്പെടാത്ത ആള്, അല്ലെങ്കിൽ ആ സ്കൂളിൽ പെടാത്ത എഴുത്തുകാരൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ഞാൻ തിരിച്ചിങ്ങനെ പറയും. റോബർട്ട് പെൻ വാരൻ, FR ലിവീസ്, ജോൺ ക്രൗൺ റാൻസം belong to the school of new criticism. മാത്യു ആർണോൾഡ് belongs to the Victorian age. മനസ്സിലായോ? നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, വിക്ടോറിയൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു മാത്യു ആർണോൾഡ്. അപ്പം മാത്യു ആർണോൾഡ് ഒരിക്കലും ന്യൂ ക്രിറ്റിസിസവുമായിട്ട് ബന്ധപ്പെട്ട ആളല്ല. അപ്പോൾ ന്യൂ ക്രിറ്റിസിസവുമായിട്ട് ബന്ധപ്പെടാത്ത കവി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്യു ആർണോൾഡ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 7 ടൈപ്സ് ഓഫ് ആംബിഗ്വിറ്റി. ആംബിഗ്വസ് അല്ലെങ്കിൽ ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കുന്ന അവസരത്തിൽ ദാറ്റ് ക്യാൻ ബി ഇന്റർപ്രറ്റഡ് ഇൻ 2 ways. ഇപ്പൊ നോക്കിക്കോളൂ, ഞാൻ ഒരു ചെറിയ പദം പറയുന്നത്, ഒരു ഫ്രേസ്, ദ ജർമ്മൻ ഹിസ്റ്ററി ടീച്ചർ എന്ന് പറഞ്ഞാൽ അതിൽ ആംബിഗ്വിറ്റി ഉണ്ട്. ദ ജർമ്മൻ ഹിസ്റ്ററി ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐദർ ദ ടീച്ചർ ഈസ് ജർമ്മൻ ഓർ ദ ടീച്ചർ ടീച്ചേഴ്സ് ജർമ്മൻ ഹിസ്റ്ററി. മനസ്സിലായില്ലേ? ഒന്നുകിൽ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ആൾ ജർമ്മനിക്കാരനാണ്, അതല്ല എങ്കിൽ ആ ടീച്ചറെ പഠിപ്പിക്കുന്നത് ജർമ്മൻ ഹിസ്റ്ററിയാണ്. ഇതിനാണ് ആംബിഗ്വിറ്റി ഇൻ റൈറ്റിംഗ് എന്ന് പറയാം. പക്ഷേ 7 ടൈപ്സ് ഓഫ് ആംബിഗ്വിറ്റി എന്നുള്ള പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം വില്യം എംസൺ. ആംബിഗ്വിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. 2 2-ൽ കൂടുതലോ രീതിയിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന ചില സെന്റൻസുകളോ ഫ്രേസസോ ആണ് ആംബിഗ്വിറ്റി അല്ലെങ്കിൽ ആംബിഗ്വസ് ആയിട്ടുള്ളത്. ഇവിടെ വില്യം എംസൺ ആണ് ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്. ഓക്കെ, വിച്ച് of the following novels has adultery as the theme? Adultery അറിയാലോ, അറിയില്ല എങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, അതിന്റെ മീനിങ് നോക്കാം. കുറെയൊക്കെ നിങ്ങളും ഞാൻ സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അഡൽട്ടറി തീം ആയിക്കൊണ്ട് വരുന്ന നോവൽ ഏതാണെന്ന്, അപ്പൊ അഡൽട്ടറിയിലേക്ക് അത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് വേണം. അഡൽട്ടറി തീം ആയിക്കൊണ്ട് കടന്നു വരുന്ന നോവലാണ് ദ സ്കാർലറ്റ് ലെറ്റർ. എപ്പോഴും ഓർമ്മിക്കുക, ദ സ്കാർലറ്റ് ലെറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ഇനി ഫെനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓർമ്മിക്കാം. ദ മിനിമൽ ഡിസ്റ്റിങ്ക്റ്റ് യൂണിറ്റ് ഓഫ് സൗണ്ട് ഈസ് കോൾഡ്. ഫെനറ്റിക്സ് നിങ്ങൾ പഠിച്ചു കാണും തീർച്ചയായിട്ടും. ഫെനറ്റിക്സിൽ നമ്മൾ ഫെനീംസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയും. ഫെനീംസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഹാസ് 44 ഫെനീംസ്. ഓർമ്മിക്കാം, ഇംഗ്ലീഷ് ഭാഷയിൽ 44 ധ്വനികളാണ് ഉള്ളത്.
ഈ 44 ഫെനീംസിനെ നമ്മൾ ആദ്യം ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യും: 20 vowels and 24 consonants. Okay, 20 vowels can again be classified into 12 monophthongs or pure vowels, 8 diphthongs. അപ്പോൾ ഇംഗ്ലീഷിൽ മിനിമൽ ഡിസ്റ്റിങ്ക്റ്റ് യൂണിറ്റ് ഓഫ് സൗണ്ട് ഈസ് കോൾഡ് ഫെനീം. ഓർമ്മിക്കുക, ഫെനീമാണ്. ഇംഗ്ലീഷിൽ 44 ഫെനീംസ് ആണുള്ളത്. ഈ 44 ധ്വനികളെ നമ്മൾ 20 വവൽസും 24 കോൺസണൻസ് ആയിക്കൊണ്ട് വേർതിരിക്കും. 20 വവൽസിനെ നമ്മൾ വീണ്ടും 12 ശുദ്ധസ്വരങ്ങൾ, അതായത് മൊണോഫ്തോങ്സ് എന്നും 8 ഡിഫ്തോങ്സ് എന്നും വേർതിരിക്കും. നിങ്ങൾ പഠിച്ചു കാണും, അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് ഇസ് എ ബുക്ക് ബേസ്ഡ് ഓൺ ദ ലെക്ചേഴ്സ് ഗിവൺ ബൈ ഫെർഡിനാൻഡ് ഡി ഷൂഷർ. ജനീവ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം വല്ലാത്ത ഒരു സ്കോളർ, മീൻസ് മോഡേണിസം, ആധുനികത ഭാഷാശാസ്ത്ര പഠനത്തിലേക്ക് കൊണ്ടുവന്ന ആളായിരുന്നു ഫെർഡിനാൻഡ് ഡി ഷൂഷർ. ഓർമ്മിക്കാം, അദ്ദേഹം പഠിപ്പിച്ചിരുന്നത് ജനീവ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളും എക്സ്ട്രാ ബ്രില്യൻ്റ് ആയിരുന്നു. അദ്ദേഹം എന്തെങ്കിലും അദ്ദേഹത്തിന്റെ വായിൽ നിന്നും വീഴുന്ന കാത്തിരിക്കുകയാണ് കുട്ടികൾ അത് അതേപടി പകർത്തിയെടുക്കാൻ. അത്രയും കാമ്പ്, കോർ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളെ അദ്ദേഹം എന്ത് ചെയ്യുള്ളൂ, ലെക്ചർ ചെയ്യുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ ലെക്ചർ നോട്ട്സ് അദ്ദേഹം മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു പുസ്തക രൂപത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് സമർപ്പിച്ചു. അദ്ദേഹം എഴുതിയ പുസ്തകമല്ല, അദ്ദേഹം ക്ലാസ്സിൽ ലെക്ചർ ചെയ്യുമ്പോൾ ആ ലെക്ചർ നോട്ട്സ് വിദ്യാർത്ഥികൾ എഴുതിയെടുത്തു. ആ ലെക്ചർ നോട്ട്സ് എഡിറ്റ് ചെയ്ത് വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പുസ്തകമാക്കി ഇറക്കി. ആ പുസ്തകത്തിന്റെ പേരായിരുന്നു കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ്. ഓർമ്മിക്കാം, ഫെർഡിനാൻഡ് ഡി ഷൂഷർ. അദ്ദേഹം പിന്നെ ഏത് പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്, അതും കൂടെ ഓർമ്മിക്കാം. ഫെർഡിനാൻഡ് ഡി ഷൂഷർ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ്. ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവായിക്കൊണ്ട് അറിയപ്പെടുന്നു ആര് തന്നെയാണ്, ഫെർഡിനാൻഡ് ഡി ഷൂഷർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which among the pilgrims of Chaucer is described as gap toothed? പ്രത്യേകിച്ചും ഓർമ്മിക്കാൻ, പല്ലിന്റെ ഇടയിൽ വിടവുള്ള എന്ന് പറഞ്ഞിരിക്കുന്ന ചോസറുടെ വർക്ക് ഏതാണെന്നറിയാലോ, അത് ഓർമ്മിക്കുക. കാൻറ്റർബറി സ്റ്റേറ്റ്സ്, കാൻറ്റർബറി കഥകൾ. അതിലാണ് പിൽഗ്രിംസ്, തീർത്ഥാടകർ പ്രത്യക്ഷപ്പെടുന്നത്. കാൻറ്റർബറിയിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്ന കുറെ പിൽഗ്രിംസ് പറയുന്ന കഥകളാണ്. ഓക്കെ, അപ്പോ ജെഫ്രി ചോസറുടെ ക്ലാസിക്കൽ വർക്ക് ആണ് ഏത് പേരിൽ ഞാൻ അറിയപ്പെടുന്നത്, കാൻറ്റർബറി ടെയിൽസ്. അതിലെ പിൽഗ്രിംസ്, പല തീർത്ഥാടകരുണ്ട്. അതിൽ രസകരമായിട്ടുള്ള ഒരു സ്ത്രീയാണ് വൈഫ് ഓഫ് ബാത്ത്. അന്ന് വൈഫ് എന്ന് പറഞ്ഞാൽ വുമൺ എന്നുള്ള അർത്ഥമാണ്. ഇന്ന് വൈഫ് എന്ന് പറഞ്ഞാൽ ഭാര്യയാണ്. അതും കൂടെ ഓർമ്മിക്കട്ടോ. 14ാം നൂറ്റാണ്ടിലായിരുന്നു ജെഫ്രി ചോസർ എഴുതിയത്. ജെഫ്രി ചോസറുടെ ക്ലാസിക്കൽ വർക്കായിക്കൊണ്ട് അറിയപ്പെടുന്ന ദ കാൻറ്റർബറി ടെയിൽസിലെ ഒരു പിൽഗ്രിം ആണ് ആര്, വൈഫ് ഓഫ് ബാത്ത്, ബാത്തിലെ സ്ത്രീ. അവരെ കുറിച്ചാണ് ഗ്യാപ്പ് ടൂത്ത്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ, അതിനിടയിൽ ഞാൻ മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞു. ജെഫ്രി ചോസർ ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ്. ആധുനിക ഇംഗ്ലീഷ് ഭാഷയുടെ പിതാവായിക്കൊണ്ട് അറിയപ്പെടുന്നത് ജെഫ്രി ചോസർ ആണ്. അദ്ദേഹത്തിന്റെ ക്ലാസിക്കൽ വർക്ക് ആണ് ദ കാൻറ്റർബറി ടെയിൽസ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ അതൊന്നും അല്ല, എന്നിരുന്നാലും നേരത്തെ പറഞ്ഞൊക്കെ ശ്രദ്ധിക്കാം. ഓക്കെ, ഇവിടെ ആൻസർ എന്താണ്, ഗ്യാപ്പ് ടൂത്ത്ഡ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വൈഫ് ഓഫ് ബാത്ത് ആണ്. വൈഫ് എന്നുള്ള പദത്തിനർത്ഥം 14ാം നൂറ്റാണ്ടിൽ വുമൺ എന്നുള്ള അർത്ഥമാണ്, ബാത്തിലെ സ്ത്രീ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് പോസ്റ്റ് മോഡേണിസം? പോസ്റ്റ് മോഡേണിസവുമായിട്ട് ബന്ധമില്ലാത്ത ചില പ്രയോഗം 4 എണ്ണം കൊടുത്തിരിക്കുന്നു. ഇറ്റ് പ്രയോറിറ്റൈസസ് ദ ലോക്കൽ ആൻഡ് ദ നേറ്റീവ് ഓവർ ദ യൂണിവേഴ്സൽ. ഇറ്റ് സീക്സ് ടു ബ്രിങ് അബൌട്ട് എ കംപ്ലീറ്റ്നെസ് ഓഫ് എക്സ്പീരിയൻസ്. അതാണ് കറക്റ്റ് ഉത്തരം. പോസ്റ്റ് മോഡേണിസം ഒരിക്കലും ഒരാളുടെയും പെർഫെക്ഷനെ തേടി പോകുന്നില്ല. മനസ്സിലായി? ഇറ്റ് സീക്സ് ടു ബ്രിങ് അബൌട്ട് എ കംപ്ലീറ്റ്നെസ് ഓഫ് എക്സ്പീരിയൻസ്. മനസ്സിലായി? സമ്പൂർണതയിൽ ഒരു മനുഷ്യനോ ഒരു രാജ്യത്തിനോ ഒരിക്കലും എത്തിപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ.
പോസ്റ്റ് മോഡേണിസവുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഈ ഒരു സെന്റൻസ്. ഏതൊരു സെന്റൻസ്? ഇറ്റ് സീക്സ് മീൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, തേടിക്കൊണ്ടിരിക്കുക. ഒരിക്കലും കംപ്ലീറ്റ്നെസ്സിന്റെ പുറകിൽ ആര് പോകുന്നില്ല? പോസ്റ്റ് മോഡേണിസം പോകുന്നില്ല. അതുകൊണ്ട് പോസ്റ്റ് മോഡേണിസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല ഓപ്ഷൻ ബി. ബാക്കി എയും സിയും ഡിയും പോസ്റ്റ് മോഡേണിസവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിന്റെ മീനിങ് എന്താണെന്ന് കണ്ടെത്താൻ പദങ്ങളുടെ അർത്ഥം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ഡിക്ഷണറിയുടെ സഹായത്തോടുകൂടി കണ്ടെത്തുക. ഓക്കെ, അല്പം ചില ടാസ്ക് ഒക്കെ നിങ്ങൾക്കും കൂടെ വിട്ടുതരികയാണ്. നെക്സ്റ്റ് വൺ, ദ എക്സ്പോണന്റ് ഓഫ് സ്പ്രംഗ് റിതം. എപ്പോഴും ഓർമ്മിക്കാം, ഇംഗ്ലീഷ് പോയട്രിയിൽ ഒരു പുതിയ റിതം, സ്പ്രംഗ് റിതം എന്ന് വിളിക്കപ്പെടുന്ന ഒരു പുതിയ ഫിഗർ ഓഫ് സ്പീച്ച്, അലങ്കാരം ആദ്യമായിട്ട് ഇംഗ്ലീഷ് പോയട്രിയിലേക്ക് കൊണ്ടുവന്ന ആളായിരുന്നു ഹോപ്കിൻസ്. ഓർമ്മിക്കാം, ഹോപ്കിൻസ് ആണ് സ്പ്രംഗ് റിതം. അദ്ദേഹത്തിന്റെ ദ വിൻ ഹോവർ എന്നുള്ള കവിത വളരെ പ്രശസ്തമാണ്. ദ വിൻ ഹോവർ, ആകാശത്തിൽ ഏറ്റവും ഉയരത്തിൽ വട്ടമിട്ട് പറക്കുന്ന ഒരു കഴുകനാണ്. ആ സ്പീഷീസ് പരുന്ത് ഫാമിലിയിൽ പെട്ടിരിക്കുന്ന ഒരു പക്ഷിയാണ് വിൻ ഹോവർ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കവിതയാണ് ദ വിൻ ഹോവർ. ദ വിൻ ഹോവറിൽ ആ പരുന്ത് സിംബോളൈസ് ചെയ്യുന്നത് ക്രൈസ്റ്റിനെയാണ്. ഓക്കെ, ആ വിൻ ഹോവർ എന്നുള്ള കവിതയെ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഈ ഒരു റിതം വെച്ചുകൊണ്ടാണ്. ഏത് റിതം? സ്പ്രംഗ് റിതം. സോ സ്പ്രംഗ് റിതം ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹോപ്കിൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വിഷണറി വർക്ക് ഉട്ടോപ്യ. ഉട്ടോപ്യ ശരിക്കും ശ്രദ്ധിക്കുക, എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒന്നാണ് ഉട്ടോപ്യ. എത്യോപ്യ എന്ന് പറയുന്ന ഒരു നാടുള്ള പോലെ ഉട്ടോപ്യ ഒരു നാടില്ല. തോമസ് മൂറിന്റെ ഭാവനയിൽ ജനിച്ച ഒരു രാജ്യമായിരുന്നു ഉട്ടോപ്യ. ഒരിക്കലും ലോകത്തിൽ എവിടെയും അങ്ങനെ ഒരു രാജ്യം നിലനിൽക്കുന്നില്ല. ഉട്ടോപ്യ വാസ് എൻവിഷൻഡ് ബൈ തോമസ് മൂർ. തോമസ് മൂർ വിഭാവനം ചെയ്ത, മനസ്സിൽ സ്വപ്നം കണ്ട ഒരു ലോകമായിരുന്നു ഉട്ടോപ്യ. അപ്പൊ ദ വിഷണറി വർക്ക് ഉട്ടോപ്യ, അദ്ദേഹം താൻ മനസ്സിൽ സ്വപ്നം കണ്ടിരിക്കുന്ന ആ രാജ്യത്തിനെ ബേസ് ചെയ്തുകൊണ്ട് എഴുതപ്പെട്ട നോവലിന്റെ പേരാണ് ഉട്ടോപ്യ. ഓക്കെ, അതെപ്പോഴും മനസ്സിൽ ഓർമ്മിക്കുക. ഉട്ടോപ്യ എന്നുള്ള പ്രയോഗം ആ നോവൽ ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? തോമസ് മൂർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ പോയറ്റ് ഹു ഈസ് ഫേമസ് ഫോർ ഹിസ് ആനിമൽ പോംസ്. മൃഗങ്ങളെ കഥാപാത്രങ്ങളായിക്കൊണ്ട് ദ സ്നേക്ക് നിങ്ങൾക്കറിയാലോ, പഠിച്ച ഒരു കവിതയായിരിക്കും. മൃഗങ്ങളെ കഥാപാത്രമായിക്കൊണ്ട് വരുന്ന അദ്ദേഹം, മൃഗങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ കവിതകളിലൊക്കെ തന്നെ കടന്നു വരിക. ടെഡ് ഹ്യൂഗ്സ് ആണ്. സ്നേക്ക് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടല്ല, പക്ഷെ ഓർമ്മിക്കാം, ടെഡ് ഹ്യൂഗ്സിന്റെ കവിതകളിലൊക്കെ തന്നെ അദ്ദേഹം ഒരുതരം ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചുകൊണ്ടാണ് ടെഡ് ഹ്യൂഗ്സ് എഴുതുന്നത്. ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചുകൊണ്ടാണ്. ഓക്കെ, ദ പോയറ്റ് ഹു ഈസ് ഫേമസ് ഫോർ ഹിസ് ആനിമൽ പോംസ് ഈസ് ടെഡ് ഹ്യൂഗ്സ്. ഓക്കെ, ഡാന്റെ ഗബ്രിയൽ റോസറ്റി. ചുരുക്കിയിട്ട് ഗബ്രിയൽ റോസറ്റി എന്നുള്ള പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് പ്രീ റാഫലൈറ്റ് പോയട്രി ആയിരിക്കും. അപ്പോൾ ഗബ്രിയൽ റോസറ്റി ബിലോങ്ഡ് ടു ദ സ്കൂൾ പ്രീ റാഫലൈറ്റ് സ്കൂൾ ഓർ പ്രീ റാഫലൈറ്റ് പോയട്രിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ആര്? ഗബ്രിയൽ റോസറ്റി. ആ സ്കൂളിൽ പെട്ടിരിക്കുന്ന മറ്റ് എഴുത്തുകാർ ആരൊക്കെയാണെന്ന് കണ്ടെത്താൻ ഒരു ശ്രമം നടത്തുക. ഓക്കെ, ഇവിടെ സാഹിത്യവുമായിട്ട് ബന്ധമൊന്നുമില്ല. എന്നിരുന്നാലും ജെയിംസ് ഫസ്റ്റ് സാഹിത്യത്തിന്റെ ഒക്കെ ഒരു പാട്രൺ ആയിരുന്നു, അതിൽ താല്പര്യമുള്ള ആളായിരുന്നു. സാഹിത്യവുമായിട്ട് ബന്ധമൊന്നുമില്ല. ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ദ ബൈബിൾ വാസ് പബ്ലിഷ്ഡ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ്, റെയിൻ മീൻസ് റൂൾ എന്നുള്ളതാണ്. ആരുടെ ഭരണകാലഘട്ടത്തിലാണ് ദ ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ദ ബൈബിൾ, ബൈബിളിന്റെ ആധികാരികമായിട്ടുള്ള ഒരു വേർഷൻ മീൻസ് അത് എന്ത് ചെയ്യപ്പെട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെയിംസ് ഫസ്റ്റ് ഒന്നാമന്റെ കാലഘട്ടത്തിലാണ്. നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു, പക്ഷേ സാഹിത്യവുമായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ ബൈബിൾ സാഹിത്യം എഴുത്ത് തന്നെയാണല്ലോ, ഒരു കൃതി തന്നെയാണല്ലോ, ഒരു ഗ്രന്ഥം തന്നെയാണല്ലോ. അപ്പോൾ ഓർമ്മിക്കാം, ദ ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ദ ബൈബിൾ വാസ് പബ്ലിഷ്ഡ് ഡ്യൂറിംഗ് ദ റെയിൻ മീൻസ് ഡ്യൂറിംഗ് ദ റൂൾ ഓഫ് ജെയിംസ് ഫസ്റ്റ്. ഓക്കെ, ബ്രഞ്ച് വേർഡ് ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്, ശരിക്കും ഓർമ്മിക്കുക. ബ്രഞ്ച് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. ബ്രഞ്ച് എന്തൊരു ഉദാഹരണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഓർമ്മിക്കാം. ഈ ബ്രഞ്ച് എന്നുള്ള പദം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളതിൻ്റെ ബ്ര, ലഞ്ച് എന്നുള്ളതിലെ ഞ്ച്. ഓക്കെ, ഇത്തരം പദങ്ങൾ അറിയപ്പെടുന്നത് പോർട്ട്മാൻഡിയോ വേർഡ്സ് എന്ന പേരിലാണ്. ഓർമ്മിക്കാം, പോർട്ട്മാൻഡിയോ വേർഡ്സ് ഇതിൽ കൊടുത്തിരിക്കുന്ന ബ്രഞ്ച്. അങ്ങനെയുള്ള മറ്റു ചില പദങ്ങൾ ഓർമ്മിക്കാം. സ്മോഗ്, സ്മോഗും എന്നുള്ള പദം, സ്മോഗ് എന്നുള്ള പദം ഉണ്ടായിട്ടില്ല, സ്മോക്കും ഫോഗുമാണ്. സ്മോക്കിൽ നിന്നും സ്മോക്ക് എടുത്തു, ഫോഗിൽ നിന്നും എടുത്തു, പുതിയൊരു പദം ഉണ്ടായി സ്മോഗ്. മോട്ടൽ, മോട്ടൽ, മോട്ടോർ, ഹോട്ടൽ. മനസ്സിലായി? മോട്ടോർ, ഹോട്ടൽ. മോട്ടോറിസ്റ്റുകൾ കയറി വിശ്രമിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഇടമാണ് മോട്ടൽ. അമേരിക്കയിലൊക്കെ ഉണ്ട് മോട്ടൽ. ഹോട്ടലും അതോടൊപ്പം തന്നെ മോട്ടോറിസ്റ്റും കൂടെ കൂടിച്ചേർന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ബ്രഞ്ച് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പോർട്ട്മാൻഡിയോ വേർഡ്സ്. ഓക്കെ, മിസ്സിസ് മാലപ്രോപ്പ്. മിസ്സിസ് മാലപ്രോപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിരി വരും. കാരണം ഷെറിഡിയൻ എഴുതിയിരിക്കുന്ന, ഷെറിഡിയൻ ഓർമ്മിക്കാം, അദ്ദേഹത്തിന് പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു ഹിലാരിയസ് കോമഡിയാണ്. നിങ്ങൾ ദ റൈവൽസ് എന്നുള്ള നാടകം എടുത്ത് ശരിക്കൊന്ന് ആസ്വദിച്ച് വായിച്ചു നോക്കാം. ഇന്നത്തെ 21ാം നൂറ്റാണ്ടിലെ കോമഡിയൊക്കെ ഒന്നുമല്ല നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ അറിയാതെ, ഞാൻ തന്നെ അത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഘട്ടത്തിൽ ചിരിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഓവറായിട്ട് പൊട്ടിച്ചിരി വരുന്ന അവസരത്തിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ ചെയ്യും. അത്രയും മിസ്സിസ് മാലപ്രോപ്പ് എന്നുള്ള ഒരൊറ്റ കഥാപാത്രം മതി നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കാൻ. മനസ്സിലായി? അവർ കാണിച്ചു കൊടുക്കുന്ന അവർക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ്. അപ്പം ഞാൻ അഡീഷണൽ ആയിട്ട് കുറച്ച് പറഞ്ഞു കഴിഞ്ഞു. ദ റൈവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിലാരിയസ് കോമഡിയാണ്, പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു കോമഡിയാണ്. അത് എഴുതിയിരിക്കുന്ന ആളെയും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഷെറിഡിയനാണ്. ഷെറിഡിയന്റെ ഒരു ഇമ്മോർട്ടൽ ക്യാരക്ടറാണ് മിസ്സിസ് മാലപ്രോപ്പ്. അപ്പൊ ചോദ്യം ഇതാണ്, മിസ്സിസ് മാലപ്രോപ്പ് ദ ഹിലാരിയസ് ക്യാരക്ടർ ഫിഗേഴ്സ് ഇൻ, പൊട്ടിച്ചിരിപ്പിക്കുന്ന ഈ കഥാപാത്രം ഏത് നാടകത്തിലാണ് കടന്നു വരുന്നത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ദ റൈവൽസ്, പോരാളികൾ അല്ലെങ്കിൽ എതിരാളികൾ. എഴുതിയിരിക്കുന്നത് ഷെറിഡിയനാണ്. ഓക്കെ, വിച്ച് ഷേക്സ്പീരിയൻ ട്രാജിക് ഹീറോ സേസ്? നിങ്ങളെല്ലാവരും തന്നെ മാക്ബത്ത് എന്നുള്ള ഡിഗ്രിക്ക് പഠിച്ച് പാസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാക്ബത്ത് പഠിച്ചിരിക്കും. ഏത് യൂണിവേഴ്സിറ്റിയിലും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇതുവരെ പഠിപ്പിക്കാനുണ്ടായിരുന്നു. അതിൽ മാക്ബത്ത് അവസാനം വിളിച്ചു പറയുന്ന ചില സംഭവങ്ങളാണ്. ശ്രദ്ധിച്ചോളൂ, അതിന്റെ ബാക്കി ഞാൻ കൂട്ടിച്ചേർക്കാം. ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട്സ് ആൻഡ് ഫ്യൂരീസ് സിഗ്നിഫൈങ് നത്തിങ്. മനസ്സിലായി? ഷേക്സ്പിയറിന്റെ ഇമ്മോർട്ടൽ ട്രാജഡി ആയിട്ടുള്ള മാക്ബത്തിലെ മാക്ബത്ത് എന്ന് വിളിക്കപ്പെടുന്ന കഥാപാത്രം നാടകത്തിന്റെ അവസാനത്തിൽ വിളിച്ചു പറയുന്നതാണ്. ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ്. ബാക്കി ഇവിടെ ഇല്ല. ഫുൾ ഓഫ് സൗണ്ട്സ് ആൻഡ് ഫ്യൂരീസ് സിഗ്നിഫൈങ് നത്തിങ്. പറയേണ്ടതില്ല, മാക്ബത്ത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ അബ്സേർഡ് പ്ലേ? അബ്സേർഡ് എന്ന് കേൾക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതാണ് വെയിറ്റിംഗ് ഫോർ ഗോദോത്ത്. ഓർമ്മിക്കാം, ഗോദോത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഗോഡ് എന്നുള്ളതിന്റെ ഫ്രഞ്ച് പദമാണ്. ഗോദോത്ത് എന്നുള്ള ഫ്രഞ്ച് ആണ്. അതിനെ ഇംഗ്ലീഷ് ഗോഡ് എന്ന് പറയും. അബ്സേർഡ് പ്ലേ ആണ്. അതിലെ രണ്ട് ട്രാംസ്, ദൈവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് എന്നൊക്കെ പറയില്ലേ, വെയിറ്റിംഗ് ഫോർ ഗോദോത്ത്. ബെക്കറ്റ് എഴുതിയിട്ടുള്ള എബ്സേർഡ് വങ്കത്ത നാടകത്തിൽ പെട്ടിരിക്കുന്ന ഒന്നാണ് വെയിറ്റിംഗ് ഫോർ ഗോദോത്ത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രഫേസ് ടു ദ ലിറിക്കൽ ബല്ലാഡ്സ് വാസ് റിട്ടൺ ബൈ, പറയേണ്ടതില്ല, നിങ്ങൾ പഠിച്ചിരിക്കും. വില്യം വേർഡ്സ്വർത്തിന്റെ പ്രഫേസ് തീർച്ചയായിട്ടും പഠിച്ചിരിക്കും. ലിറിക്കൽ ബല്ലാഡ്സിന് ഒരു ആമുഖം. ലിറിക്കൽ ബല്ലാഡ്സ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1898. ഓർമ്മിക്കാം, 1798 ലിറിക്കൽ ബല്ലാഡ്സ് കോൾറിഡ്ജും വില്യം വേർഡ്സ്വർത്തും കൂടെ പ്രസിദ്ധീകരിക്കുന്നത്. 1798 അത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പം അതിനൊരിക്കലും എന്തുണ്ടായിരുന്നില്ല, ആമുഖം ഉണ്ടായിരുന്നില്ല. 1800 പ്രഫേസ് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. ആ 2 വർഷം ഓർമ്മിക്കാം. ലിറിക്കൽ ബല്ലാഡ്സ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1798 but the preface was added to lyrical ballads in 1800. പറയുന്നത് ശരിക്കും ഓർമ്മിക്കാം. സാമുവൽ ടൈലർ കോൾറിഡ്ജും വില്യം വേർഡ്സ്വർത്തും കൂടെ കൂടിച്ചേർന്നുകൊണ്ട് ഒരു കവിതാ സമാഹാരം 1798 പ്രസിദ്ധീകരിച്ചു.
ആ കവിതാ സമാഹാരത്തിന്റെ പേരായിരുന്നു ലിറിക്കൽ ബാല്ലാഡ്സ്. അതോടുകൂടി ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഒരിക്കൽ കൂടി കാൽപ്പനികത തുടങ്ങുകയായി. മനസ്സിലായി? അതിന് ആമുഖം എഴുതിയത് 1800-ലാണ്. അത് വേർഡ്സ്വർത്ത് സ്വന്തമാണ് എഴുതിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വേർഡ് എഡ്യൂക്കേഷൻ, ദ പ്രൈമറി സ്ട്രെസ് ഫാൾസ് ഓൺ ദി. ഫെനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ ഫെനറ്റിക്സ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും 1-2 ക്ലാസ് തരും. അതിന് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ IOL ഒരു പദം അവസാനിക്കുകയാണെങ്കിൽ ഇലക്ട്രിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ, നോട്ടിഫിക്കേഷൻ ഒക്കെ IOL ആണ്. ആ സിലബിൾ അങ്ങ് മാറ്റുക, എന്നിട്ട് അതിൻ്റെ തൊട്ട് മുമ്പുള്ള സിലബിളിനായിരിക്കണം സ്ട്രെസ് കൊടുക്കേണ്ടത്. ഇതിനെയാണ് സിലബിക്. എങ്ങനെയാണ് സിലബിക് ഡിവിഷൻ വരുത്തി നോക്കുക? എഡ്യൂക്കേഷൻ എന്നുള്ള പദം A, Ju, K, Shen. സിലബിക് ഡിവിഷൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് സിലബിൾ A, സെക്കൻഡ് സിലബിൾ Ju അല്ലെങ്കിൽ Ju, തേർഡ് സിലബിൾ K, ഫോർത്ത് സിലബിൾ Shen. Shen ഒഴിവാക്കുക. അതിന്റെ തൊട്ട് മുമ്പുള്ള സിലബിൾ K. അവിടെ സീന്റെ തൊട്ട് മുകളിൽ, അതിന്റെ പ്രൊനൗൺസിയേഷൻ K ആണ്. അപ്പൊ സിയുടെ തൊട്ട് മുകളിലാണ് എന്ത് വരേണ്ടത്? വേർഡ് സ്ട്രെസ് വരേണ്ടത്. വേർഡ് സ്ട്രെസ് ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. അതിന്റെ ചില ടിപ്സ് ഒക്കെ ഞാൻ ഇതുപോലെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ എഡ്യൂക്കേഷൻ എന്നുള്ളതിൽ പ്രൈമറി സ്ട്രെസ് ഫാൾസ് ഓൺ ദി തേർഡ് സിലബിൾ. ഓക്കെ, സിലബിക് ഡിവിഷൻ ഞാൻ വരുത്തുന്ന ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. A ഈസ് ദ ഫസ്റ്റ് സിലബിൾ, Ju ഈസ് ദ സെക്കൻഡ് സിലബിൾ, K ഈസ് ദ തേർഡ് സിലബിൾ. അവിടെയാണ് എന്ത് വരേണ്ടത്? പ്രൈമറി സ്ട്രെസ്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് ദ തേർഡ് സിലബിൾ. ഇനി മറ്റൊന്ന് ശ്രദ്ധിച്ചോളൂ. Ago, about, below. ഇതൊക്കെ തന്നെ വീക്ക് പ്രിഫിക്സ് ചേർത്തിരിക്കുന്ന പദങ്ങളാണ്. അതായത് റൂട്ട് വേർഡ് ബൗ എന്നുള്ളതിന് മുമ്പിൽ എ വെച്ചു കൊടുത്തുകൊണ്ടാണ് അബൌ, അല്ലെങ്കിൽ അബൌട്ട്. ബിലോ, ലോ എന്നുള്ള പദത്തിന് മുമ്പിൽ ബി വെച്ചു കൊടുത്താണ്. ബിനീത്ത്, നീത്ത് എന്നുള്ള പദത്തിന് മുമ്പിൽ ബി വെച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ പ്രിഫിക്സിന് പ്രസക്തിയില്ല, റൂട്ട് വേർഡിനായിരിക്കണം സ്ട്രെസ് കൊടുക്കേണ്ടത്. അബൌട്ട് എന്ന് പറയുമ്പോൾ ബീനാണ് സ്ട്രെസ്. എഗോ എന്ന് പറയുമ്പോൾ ഗേനാണ് സ്ട്രെസ്. ബിനീത്ത് എന്ന് പറയുമ്പോൾ നേനാണ് സ്ട്രെസ്. നമ്മളിപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാണ്, അതിനിടയിൽ പറഞ്ഞിരുന്ന ടിപ്സ് ഓർമ്മിക്കാം. ഓക്കെ, ഇവിടെ ആൻസർ എന്താണ്? എഡ്യൂക്കേഷൻ എന്നുള്ള പദത്തിൽ ആണ് അല്ലെങ്കിൽ തേർഡ് സിലബിളിനാണ് എന്ത് വരേണ്ടത്? സ്ട്രെസ് വരേണ്ടത്. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അണ്ടർലൈൻഡ് വേർഡ് ഈസ് സ്മോക്കിംഗ്. ഓക്കെ, തീർച്ചയായിട്ടും ജെറണ്ടാണ്. മനസ്സിലായി? ഇപ്പൊ ജെറണ്ട് എന്ന് പറഞ്ഞാൽ വേർബിന്റെ കൂടെ ING കൂട്ടിച്ചേർക്കുന്നതിനാണ് ജെറണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ റൺ എന്നുള്ളതിന്റെ ജെറണ്ട് ഫോമാണ് റണ്ണിങ്. മനസ്സിലായി? ഗോ എന്നുള്ളതിന്റെ ജെറണ്ട് ഫോമാണ് ഗോയിങ്. ഈറ്റ് എന്നുള്ളതിന്റെ ഈറ്റിംഗ്. അപ്പൊ ഇവിടെ എന്താണ് ജെറണ്ട് എന്ന് ചോദിച്ചാൽ സ്മോക്കിംഗ് ആണ്. ജെറണ്ട് ഫോം ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിക്കൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. മറ്റൊരു പദം ശ്രദ്ധിച്ചോളൂ. വാക്കിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ്. വാക്കിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ്. അതിന് വാക്കിംഗ് എന്നുള്ള ജെറണ്ടാണ്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ടു വാക്ക് ഈസ് എ ഗുഡ് എക്സസൈസ്. അല്ലെങ്കിൽ സ്മോക്കിംഗ് നമുക്ക് ഇതിങ്ങനെ തിരിച്ചു പറയാം, ടു സ്മോക്ക് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. പക്ഷെ ജെറണ്ടാകുമ്പോൾ സ്മോക്കിംഗ്, വാക്കിംഗ്. മനസ്സിലായില്ലേ? അപ്പോൾ ജെറണ്ടാണ്. ഓക്കെ, പിന്നെ അറിയാവുന്നതാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ പോം ടു ഡ്രാമ ഈസ്. നിങ്ങൾ ഒരു കവിതയെ നാടകമാക്കി മാറ്റുക, അല്ലെങ്കിൽ നാടകത്തിനെ കവിതയാക്കി മാറ്റുക. മനസ്സിലായി? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തുകയാണെങ്കിൽ അതിന് അഡാപ്റ്റേഷൻ എന്നാണ് പറയുന്നത്. ശരിക്കും അഡാപ്റ്റേഷനാണ്, മാറ്റം വരുത്തുക. കമ്പൈലേഷൻ മീൻസ് ഡിക്ഷണറി ഒക്കെ കമ്പൈൽ ചെയ്യാറ്. ട്രാൻസ്ലേഷൻ വിവർത്തനം മൊഴി മാറ്റണം. ഡോക്യുമെന്റേഷൻ ആധികാരികമായിട്ട് അതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് അതൊന്നുമല്ല ബന്ധം. ഇവിടെ ശരിക്കും ശ്രദ്ധിക്കുക. ഒരു കവിതയെ ഒരു നാടകമാക്കി മാറ്റുക, അല്ലെങ്കിൽ ഒരു നോവലിനെ ഒരു സിനിമയാക്കിയൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അഡാപ്റ്റേഷൻ എന്നാണ് പറയുന്നത്. The transformation of a poem to a drama is called adaptation. Okay, next question. Alveolar plosives are. അതിന് മുമ്പ് ഫെനറ്റിക്സ് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു തീമാണ്, സോറി എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ്. അതിൽ പ്ലോസീവ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിൽ ഓർമ്മ വെക്കുക. പ ബ ച ഡ ക ക. ഓർമ്മിക്കാം. പ ബ ച ഡ ക ക. അതായത് എഴുതുമ്പോൾ ഫെനറ്റിക്സ് പഠിക്കുമ്പോൾ പ ബ ച ഡ ക ക എന്നാണ് പറയേണ്ടത്. ലെറ്റർ നമ്മൾ പി ബി, എനിക്ക് ഞാൻ ആ ഇതന്നെ മറന്നു പോയിരിക്കുന്നു. കാരണം ഫെനറ്റിക്സ് കൂടുതൽ പഠിപ്പിച്ച് ഇപ്പോൾ പി ബി ടി അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടാണ്. ABCD എന്ന് പറയുന്ന പോലെ പ ബ ച ഡ
ക ഗ. ഈ 6 എണ്ണം അറിയപ്പെടുന്നത്, ഈ 6 കോൺസണൻസ് അറിയപ്പെടുന്നത് ആ ചിത്രത്തിലെ ആദ്യ വരിയിലേക്ക് പോകും. രണ്ടാമത്തെ പ ബ ച ഡ ക ഗ ഫ ബ. ഓർമ്മിക്കാം, ഇത് 6 എണ്ണം അറിയപ്പെടുന്ന പ്ലോസീവ്സ് ആണ്. ഇനി ശ്രദ്ധിച്ചോളൂ, പ ബ. 2 ചുണ്ടുകളിലാണ് നിങ്ങൾക്ക് പ ബ എന്ന് പറയാൻ പറ്റില്ല. 2 ചുണ്ടുകൾ ടച്ച് ചെയ്യിപ്പിക്കാൻ നിങ്ങളൊന്ന് പ ബ എന്ന് പറഞ്ഞു നോക്ക്, പറയാൻ പറ്റില്ല. പറയാൻ പറ്റുമോ? ഇല്ല. പ ബ. 2 ചുണ്ടുകൾക്ക് ബൈലാബിയൽ എന്ന് പറയാം. ക്വസ്റ്റ്യൻസ് അഡീഷണൽ പറഞ്ഞിരുന്നു നോക്കാം. പ ബ ആർ ബൈലാബിയൽ പ്ലോസീവ്സ്. പ ബ എന്താണ്? ബൈലാബിയൽ പ്ലോസീവ്സ് ആണ്. നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. ച ജ. ച ജ നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാക്കിന്റെ തുമ്പ് കൊണ്ടുപോയിട്ട് നിങ്ങൾ ആൽവിയോലത്തിൽ ടച്ച് ചെയ്യിപ്പിക്കുക ചെയ്യാം. ആൽവിയോലം. അതുകൊണ്ട് ച ഡ ആൽവിയോലാർ പ്ലോസീവ്സ് ആണ്. ച ഡ എന്താണ്? ആൽവിയോലാർ പ്ലോസീവ്സ് ആണ്. ക ഗ ഇവിടെ നിന്നാണ് പ്രനൗൺസ് ചെയ്യേണ്ടത്. വീലവുമായിട്ട് ബന്ധപ്പെട്ടാണ്. വീലാർ പ്ലോസീവ്സ് ആണ്. ഫ് വ് അവിടെ നിൽക്കട്ടെ, അത് ഡെന്റൽ ആണ്. അപ്പൊ പ ബ ച ഡ ക ഗ. പ ബ ആർ ബൈലാബിയൽ പ്ലോസീവ്സ്, ച ഡ ആർ ആൽവിയോലാർ പ്ലോസീവ്സ് ആൻഡ് ക ഗ ആർ വീലാർ പ്ലോസീവ്സ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ആൽവിയോലാർ പ്ലോസീവ്സ് ആർ ച ഡ. നാക്കിന്റെ തുമ്പ് കൊണ്ടുപോയിട്ട് ആൽവിയോലത്തിൽ. ആൽവിയോലം എന്ന് പറഞ്ഞാൽ തീത്തരടിച്ച് മേൽവരി പല്ലും മോണയും കൂടെ കൂടി ചേരുന്ന അവിടെ വെച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. ഉച്ചരിച്ചു നോക്ക്. ച ജ. ട് ഡ അല്ല കേട്ടോ, അത് മലയാളത്തിന്റെ സ്വാധീനമാണ്. ട് എന്ന് പറയുമ്പോൾ നാക്ക് വളക്കുക. നാക്ക് ഒരിക്കലും വളക്കരുത്. നാക്ക് വളച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട ഒരു സൗണ്ടും ഇംഗ്ലീഷിലില്ല. മലയാളത്തിലുണ്ട്. പണം, വട, വള. മനസ്സിലായില്ലേ? അതൊക്കെ നാക്ക് പുറകോട്ട് കേൾ ചെയ്തുകൊണ്ട് വളച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. അങ്ങനെ ഉച്ചരിക്കേണ്ട ഒരു ശബ്ദവും ഇംഗ്ലീഷിലില്ല. ഓക്കെ, അത്തരം കോൺസണൻസ് അറിയപ്പെടുന്ന റിട്രോഫ്ലെക്സ് കോൺസണൻസ് ആണ്. മലയാളത്തിലുണ്ട് പണം, വട, വള. ഇംഗ്ലീഷിൽ ഒറ്റ കോൺസണന്റും അങ്ങനെ ഉച്ചരിക്കാൻ പാടില്ല. ച ജ. ഓക്കെ, ആൽവിയോലാർ പ്ലോസീവ്സ് ഇംഗ്ലീഷിൽ ച ജ ആണ്. വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ സ്പൈസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറൈറ്റി ആണ്. ഒരു വൈജാത്യം വേണം. മൊണോട്ടോണസ്, ഒരേ രീതിയിലാവരുത്. ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഈസ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അലങ്കാരം എന്ത് എന്നുള്ളതാണ്. ജീവിതത്തിന്റെ വൈജാത്യം. ജീവിതത്തിൽ എപ്പോഴും വെറൈറ്റി വേണം. നമ്മൾ ഈ ഭക്ഷണത്തിലൊക്കെ സ്പൈസസ് കൂട്ടിച്ചേർക്കുമ്പോൾ സ്വാദ് കൂടും, എന്തെങ്കിലുമൊക്കെ സുഗന്ധ വ്യഞ്ജനങ്ങൾ. അതേ രീതിയിൽ ജീവിതത്തിന്റെ സ്പൈസ് എന്താണെന്ന് വെച്ചാൽ വെറൈറ്റിയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് മെറ്റഫറാണ്. ഓർമ്മിക്കാം, മെറ്റഫറാണ്. ഇനി ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ, വെറൈറ്റി ഈസ് ലൈക്ക് ദ സ്പൈസ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അത് സിമിലി ആകുമായിരുന്നു. ഇനി മറ്റ് 1-2 ഉദാഹരണങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. മെറ്റഫറാണ്. അപ്പോ ഹി വാസ് എ ലയൺ ഇൻ ദ ഫൈറ്റ്. ഹി വാസ് എ ലയൺ ഇൻ ദ ഫൈറ്റ്. അവൻ പോരാട്ടത്തിൽ ഒരു സിംഹം ആയിരുന്നു. മെറ്റഫറാണ്. ഇനി ആ സിമിലിയാക്കി മാറ്റുന്നത് ശ്രദ്ധിച്ചോളൂ. He fought like a lion. He fought like a lion. Similar. ഇനി റോബർട്ട് ബ്രേൺസിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു വരി ശ്രദ്ധിച്ചോളൂ. My love is like a red rose. My love is like a red rose. Similar ആണ്. My love is a red rose എന്ന് പറഞ്ഞാൽ മെറ്റഫറായി. ഓക്കെ, നമുക്കിവിടെ കംപ്ലീറ്റ് ചെയ്തു ഇന്നത്തെ ക്ലാസ്. നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്കിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഓക്കെ.